ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ ഒരു കിച്ചൺ ടൂറാണ്. എൻ്റെ അടുക്കള എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കയറി വരുന്നതേ നമ്മൾ കാണുന്നത് ഈ ഒരു അലമാരയാണ് കേട്ടോ. അപ്പോൾ ഇത് ഫെറോസ് ലാബിൻ്റെ ഒരു അലമാരയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളിതാ ചില്ല് പാത്രങ്ങൾ, ഗ്ലാസ്സുകളാണ് കൂടുതലായിട്ടും വെച്ചേക്കുന്നത്. ഞാൻ നല്ല വൃത്തിയാക്കി അടുക്കി പറക്കി വെച്ചേക്കുന്നതായിരുന്നു. എൻ്റെ മക്കളാണ് അതും ഇതൊക്കെ കൊണ്ട് കയറ്റിയൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ അവിടുന്ന് പോകുവാണെങ്കിൽ നമ്മൾ നേരെ കാണുന്നത് ഈ ഒരു ഫ്രിഡ്ജാണ്. നമ്മൾ കഴിഞ്ഞ ഓണത്തിന് വാങ്ങിയതാണ് ഈ ഒരു ഫ്രിഡ്ജ്, LGയുടെ ഫ്രിഡ്ജാണ്. അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ടൂറും കാര്യങ്ങളൊക്കെ, അതായത് ഫ്രിഡ്ജ് ടൂറും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ കാണേണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ചാനലിൽ ആ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ കാണുന്നത് ഓവനാണ്. അപ്പോൾ ഈ ഒരു ഓവൻ നമ്മൾ വാങ്ങിയത് തന്നെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ട് മടിയായിട്ടോ. ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. നമ്മൾ മീനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ചൂടാക്കാനും വറുക്കാനൊക്കെ വേണ്ടി മാത്രമാണ് ആ ഒരു ഓവൻ യൂസ് ചെയ്യുന്നത്. പിന്നെ താഴത്തെ സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെറിയൊരു അലമാര കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഉപയോഗിക്കില്ലാത്ത സാധനങ്ങൾ തന്നെയാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഇതൊക്കെ വെറുതെ ഷോയ്ക്ക് വേണ്ടി വെച്ചേക്കുന്നത് മാത്രമാണ്. നമ്മളങ്ങനെ എടുത്ത് പെരുമാറുന്ന കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ മുകളിൽ 2 കെറ്റിൽ ഇരിപ്പുണ്ട്. ഇത് രണ്ടും കംപ്ലൈൻ്റ് ആണേ. 3 കെറ്റിൽ വാങ്ങിയതിൽ 2 കംപ്ലൈൻ്റ് ആയി. അപ്പോൾ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇരിക്കുന്ന പാത്രങ്ങൾ ഇതൊക്കെ വെറുതെ എടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. പ്രസൻറ്റേഷനൊക്കെ കിട്ടിയപ്പോൾ അങ്ങ് എടുത്ത് വെച്ചേക്കുന്നതാണ്. നമ്മളങ്ങനെ എടുത്ത് പെരുമാറുന്ന കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. പിന്നെ ഇനി ഇതിൻ്റെ താഴെ വേറെയുണ്ട് പാത്രങ്ങൾ, ഇഷ്ടം പോലെ എനിക്കുണ്ട് കേട്ടോ. ഇത് ഇൻഡക്ഷൻ കുക്കറാണ്. രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അവൻ റെസ്റ്റ് എടുക്കുകയാണ്. പിന്നെ ഒരു സോഡ മേക്കർ ഇരിപ്പുണ്ട്. പിന്നെ സോഡ മേക്കറിന് കൂട്ടായിട്ട് നമ്മളൊരു മിക്സിനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മിക്സിനെ വല്ലപ്പോഴാണ് എടുക്കത്തുള്ളൂ. പഴയ മിക്സി ഉണ്ട്. പിന്നെ ഇതിൻ്റെ പുറകിൽ ഞാൻ ഒളിപ്പിച്ച് വെച്ചേക്കുന്ന സാധനമായിരുന്നു കേട്ടോ. ഇത് തേനാണ്. ഒരു കുപ്പി നിറയെ ഉണ്ടായിരുന്നതാണ്. ഇവരെല്ലാവരും കൂടി കുടിച്ചതങ്ങ് തീർത്ത് വെച്ചേക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ആരും കാണാതിരിക്കാൻ വേണ്ടി അവിടെ എടുത്ത് ഒളിപ്പിച്ച് വെച്ചേക്കുകയാണേ. പിന്നെ ഒരു സ്റ്റൗ ഇരിപ്പുണ്ട്. ഈ ഒരു സ്റ്റൗവൊക്കെ നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഒരു സ്റ്റൗ കൂടി ഉണ്ട്, അത് അപ്പുറത്തെ അടുക്കളയിലാണ്. പിന്നെ ഇവിടെയായിട്ടൊരു ജനലാണ് വരുന്നത്. പിന്നെ അതിൻ്റെ 2 സൈഡിലും നമ്മൾ ഒരു ചെടിയൊക്കെ വെട്ടി ഞാൻ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊന്നും ഉപയോഗിക്കുന്നതല്ല, പ്രസൻറ്റേഷൻ കിട്ടിയ സാധനങ്ങളൊക്കെയാണ്. ആ ഒരു പാത്രങ്ങളൊക്കെ കേട്ടോ. ഈ ഗ്ലാസ് കണ്ടോ, അത് മോള് പെയിൻറ്റ് ചെയ്തതാണ് കേട്ടോ. റോസാപ്പൂ ഒക്കെ അവള് വരച്ച് വെച്ചേക്കുന്നുണ്ട് ഗ്ലാസ്സിൽ. അപ്പോൾ ഇത് നമ്മൾ 2 സൈഡിലും ജനലിൽ കൂടെ വെച്ചിട്ടുണ്ട് ഓരോ ചെടികൾ. പിന്നെ ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കും കേട്ടോ. പിന്നെ താഴെ ഇരിക്കുന്നത് ചമ്മന്തിപ്പൊടിയാണ്, തൈരുണ്ട്, നമ്മളെ കാന്താരി മുളക്. കാന്താരിക്ക് പിന്നെ ഇവിടെ ഒരു ക്ഷാമവും ഇല്ല കേട്ടോ. ഇഷ്ടം പോലെ മുളകുണ്ട്. അതുകൂട്ട് കുറച്ച് ഞാൻ പറിച്ചത് വെച്ചേക്കുകയാണ്. പിന്നെ ഒരു ജാക്സൻ്റെ തെർമൽ കുക്കർ ഇരിപ്പുണ്ട്. ഒരു കെറ്റിൽ, ഇവനെയാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു മിക്സി ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ കുപ്പിയൊക്കെ നമ്മൾ എടുക്കുന്നതാണ്. കുപ്പിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ബാക്കി ഇരിക്കുന്ന പാത്രങ്ങളൊന്നും അങ്ങനെ എടുക്കുന്നതല്ല കേട്ടോ, വെറുതെ വെച്ചേക്കുന്നതാണ്. പിന്നെ ഇവിടെ ഈ പാത്രങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നതല്ല. പുട്ടുകുറ്റി ഇരിപ്പുണ്ട്. അതൊക്കെ നമ്മൾ വല്ലപ്പോഴും എടുക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഇത് പഴയ ഫ്രിഡ്ജിൻ്റെ ആയിരുന്നേ. നമ്മൾ ആ ഫ്രിഡ്ജ് വിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സംഭവം അങ്ങ് മാറ്റി വെച്ചേക്കുകയാണ്. പിന്നെ ഒരു കവർ ഇരിപ്പുണ്ട്, ഒരു ഉരുളി ഇരിപ്പുണ്ട്. ഇതൊക്കെ ഓണത്തിന് എടുത്തിട്ട് കയറ്റി അങ്ങ് വെച്ചേക്കുന്നതാണ്. ഓണത്തിന് മാത്രം, ഓണത്തിനും വിഷുവിനും ഉപയോഗിക്കുന്നതാണ് ആ ഒരു ഉരുളി എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് പ്രസൻറ്റേഷൻ കിട്ടിയതൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്, എടുത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എൻ്റെ നല്ല അടുക്കളയിൽ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത അടുക്കളയിലേക്ക് കൂടി പോകാം. പിന്നെ അതിൻ്റെ താഴെയായിട്ട് കുറച്ച് സാധനങ്ങൾ കൂടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കുക്കറുകളാണ്. ഇതൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ വെച്ചേക്കുന്നത്. കുക്കർ, തവ, പാന്, അതൊക്കെ കേട്ടോ. പിന്നെ അരിപ്പാത്രമൊക്കെയാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. അരി, പപ്പടം, അങ്ങനത്തെ സാധനങ്ങൾ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എല്ലാം ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് ഈ ഒരു അടുക്കളയിൽ താഴെ നമ്മൾ വെച്ചേക്കുന്നത്. പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അടുപ്പുള്ള അടുക്കള. ഇത് നമ്മൾ പണ്ട് അങ്ങനെ അടുപ്പ് കത്തിക്കുമായിരുന്നു. പിന്നെ പേര മുഴുവൻ പുകയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പരിപാടി നമ്മളങ്ങ് നിർത്തി കേട്ടോ. ഇവിടെ നമ്മൾ കുടിക്കുന്ന വെള്ളം, ഇവിടെ പിന്നെ എല്ലാവരും ചൂടുവെള്ളമേ കുടിക്കത്തുള്ളൂ, പച്ചവെള്ളമൊന്നും ആരും കുടിക്കില്ല. ഇത് തലയിൽ തേക്കുന്ന എണ്ണയൊക്കെയാണ് കേട്ടോ, മകളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ നമ്മുടെ അരിപ്പാത്രവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പാത്രം, ഇന്ന് ഉപയോഗിച്ച പാത്രമൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരു മൂലയിലേക്ക് വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ സിങ്കും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. പിന്നെ ഒരു വാതിലാണ് പുറകുവശത്തേക്കുള്ള. ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഒരു കുഞ്ഞ് അടുക്കള കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ വർക്ക് ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ഞാനൊരു സ്റ്റൗ ഒക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. നല്ല രസമില്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യാനാണ് കേട്ടോ. ഞാൻ നല്ല അടുക്കളയിലേക്ക് അങ്ങനെ അധികം പോകാറില്ല. കൂടുതൽ സമയം ഈ ഒരു കുഞ്ഞ് അടുക്കളയിലായിരിക്കും. ഇതാണ് എൻ്റെ ഒരു കംഫോർട്ട് സോൺ എന്ന് പറയുന്നത്.
പിന്നെന്താ അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ വാഷിംഗ് മെഷീൻ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലായിരിക്കും അലക്കാനുള്ള തുണിയൊക്കെ എല്ലാവരും കൊണ്ട് ഇടുന്നത്. പിന്നെ ദാ അതിൻ്റെ സൈഡിലും ഒരു ജനലുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. എനിക്കിഷ്ടമുള്ള സ്ഥലവും ദാ ഇതാണ്. ദാ ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ ഉള്ള പൊടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ദാ ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദാ ഇവിടെ നിന്നാണ് ഞാൻ പാചകം ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഏരിയ എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള പാത്രങ്ങളും സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. താഴത്തേക്ക് ഇതാ നമ്മുടെ അടുത്ത സ്റ്റൗ ഇരിപ്പുണ്ട്. ഈ ഒരു സ്റ്റൗവിലാണ് ഞാൻ പാചകം ചെയ്യുന്നത്. എന്നിട്ട് ഉണ്ടാക്കിയ സാധനം എടുത്തിട്ട് നമ്മൾ നല്ല അടുക്കളയിൽ കൊണ്ട് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ സ്ഥലമില്ലെങ്കിൽ മാത്രം. പിന്നെന്താ ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ മീനൊക്കെ വറുക്കുന്ന സമയത്ത് ആ ഒരു ഭിത്തി ഫുള്ള് ഇങ്ങനെ വൃത്തികേടാകുമായിരുന്നു. അതുകൊണ്ട് ഞാൻ മേടിച്ച് അങ്ങോട്ട് ഒട്ടിച്ചതാണ് കേട്ടോ ഈ ഒരു സ്റ്റിക്കർ. എനിക്ക് ഈ സ്റ്റിക്കർ ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ എണീറ്റ് വന്നത് അങ്ങോട്ടായിരിക്കും കേട്ടോ നോക്കിക്കൊണ്ട് വരണേ. നല്ല രസമാണ് ഇത്. ഈ ഫോണിൽ കാണുന്ന പോലെ തന്നെയാണ്. നല്ല രസമുള്ള സ്റ്റിക്കറാണ് കേട്ടോ. ആ ഒരു സ്റ്റിക്കർ അവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇതൊരു പഴയൊരു മേശയാണ്. അതിൻ്റെ മുകളിലാണ് ഈ സ്റ്റൗ ഒക്കെ കൊണ്ട് വെച്ചേക്കുന്നത് കേട്ടോ. ഇതാണ് എൻ്റെ പാത്ര സെക്ഷൻ കേട്ടോ. ഇതിൽ ഉപയോഗിക്കുന്നതുണ്ട് ഉപയോഗിക്കാത്തതുണ്ട് എല്ലാം ഉണ്ട്. നമുക്ക് മുകളിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കില്ലാത്ത പാത്രങ്ങളാണ്. കുറേ ഇരിപ്പുണ്ട് കേട്ടോ. ഓണം കഴിയുമ്പോഴത്തേക്കും ഇത് കയറ്റി വയ്ക്കും. ഓണത്തിന് പായസമൊക്കെ നമ്മൾ ഇതിലൊക്കെ വീട്ടിൽ കൊടുക്കുമല്ലോ. അപ്പോൾ അതൊക്കെ കൊടുക്കുന്നത് ആ മുകളിൽ ഇരിക്കുന്ന ആ ഒരു സെക്ഷനിലാണ്. പിന്നെ ഇതാ കുറച്ച് പാത്രങ്ങൾ ഇരിപ്പുണ്ട്. ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ്. ഇതിൻ്റെ ഇടയ്ക്കായിട്ട് പിള്ളേരുടെ പലഹാരമൊക്കെ ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇവർക്ക് എല്ലാം കൂടി കാണുമ്പോൾ ഒരുമിച്ച് അങ്ങ് തിന്ന് തീർക്കണം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് കുറച്ച് എടുത്ത് കൊടുക്കും. അപ്പോൾ അതൊക്കെ ഞാൻ അതിൻ്റെ അകത്താണ് വെച്ചേക്കുന്നത്. പിന്നെ ഇതാ കുറേ കുപ്പികളൊക്കെ ഇരിപ്പുണ്ട്. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഈ ഒരു സെക്ഷൻ ഇതുണ്ട്. ഇത് മുഴുവൻ തവികളാണ്. ഇതൊക്കെ എന്നും എടുത്ത് പെരുമാറുന്ന സാധനങ്ങളാണ്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതാ ഞാൻ താഴത്തേക്ക് കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇടികല്ല് എല്ലാം ഉണ്ട്. ഇതൊക്കെ എന്നും ഉപയോഗിക്കുന്നതാണ്. ഇന്ന് തന്നെ എടുത്തിട്ട് ഞാൻ കഴുകിക്കൊണ്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ ഇതെല്ലാം. ഇതൊക്കെ നമ്മൾ ഡെയിലി എടുത്ത് പെരുമാറുന്ന സെക്ഷനാണ്. പിന്നെ ഇതാ ഉപയോഗിക്കില്ലാത്തത് പിന്നെയും താഴെ ഇരിപ്പുണ്ട് കേട്ടോ. അതാ ഒരു പെയിൻറ്റ് പാത്രമൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് ഈ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഞാൻ പറക്കി ഇട്ടിട്ടുണ്ട്. അതാകുമ്പോൾ ഒരു ശല്യം ഇല്ലാതെ ഒരു മൂലയിൽ ഇരുന്നോളൂല്ലോ. പിന്നെ ഇതാ അരയ്ക്കുന്ന കല്ലാണ്. അത് നമ്മളിപ്പോൾ അങ്ങനെ അരയ്ക്കുന്നില്ലാത്തതുകൊണ്ട് കല്ല് ഞാനെടുത്ത് മാറ്റി വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതാ വീണ്ടും മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഒരു ചെമ്പ് ചെരുവൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ പഴയ വീട്ടിൽ വെച്ച് ഉപയോഗിക്കാറുണ്ട്. പുതിയ വീട് പണിതപ്പോഴത്തേക്കും നമ്മളങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ അതാ ഇത് കണ്ടോ, ഇതെനിക്ക് പ്രസൻറ്റേഷൻ കിട്ടിയതാണ്. പാൽ കുക്കർ. ഇത് എൻ്റെ കല്യാണത്തിന് ആരും എനിക്ക് പ്രസൻറ്റേഷൻ തന്നതാണ്. അപ്പോൾ ആ ഒരു ഇതിന് ഞാൻ എടുത്തങ്ങ് മുകളിൽ വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതാ കുറേ പാത്രങ്ങളൊക്കെ. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നൊന്നുമല്ല കേട്ടോ. ഒരിക്കലും എടുക്കാറ് പോലും ഇല്ല. ഇത് ഈ ഒരു കൊട്ട പണ്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ റൈസൊക്കെ കോരിയിടാൻ വേണ്ടി അങ്ങനെ എടുക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ അതുമില്ല. കുക്കർ ബിരിയാണിയൊക്കെയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതാ ഉപ്പിലിടുന്ന ഒരു വലിയ ഭരണി ഇരിപ്പുണ്ട്. ഇത് കൂടെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് പൊട്ടിപ്പോയേ. പിന്നെ ഇതാ കുറച്ച് പഴകിയ ഡിഷ്. ഇതിപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ റബ്ബർ വെട്ട് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പറമ്പിൽ മിച്ചം ഇരുന്നതാണ്. അതങ്ങ് കൊണ്ടുവന്ന് കയറ്റി വെച്ചതാണ്. വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന സാധനമാണല്ലോ. അപ്പോൾ അതാ ഒരു മൂലയിൽ കൊണ്ടുപോയി അതും അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ അടുക്കളയിലുള്ളൂ. പിന്നെ ഈ ഒരു സെക്ഷൻ ഞാൻ കാണിച്ചില്ലായിരുന്നല്ലോ. ഇതും ഞാൻ ഡെയിലി എടുക്കുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ദാ ചീനിച്ചട്ടി, ഉരുളി ഇതൊക്കെ കഴുകി ഞാൻ ദാ ഇങ്ങോട്ടാണ് കയറ്റി അങ്ങ് വെക്കുന്നത് കേട്ടോ. പിന്നെ തേങ്ങ ഇനി പൊതിക്കണം. പൊതിച്ചതൊക്കെ തീർന്നു കേട്ടോ. ഒരാഴ്ചത്തേക്കുള്ള തേങ്ങയാണ് പൊതുവേ പൊതിക്കാറ്. ഇതിപ്പോൾ തീർന്നതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞ് അടുക്കള കേട്ടോ. അതായത് എൻ്റെ ലോകം. നമ്മുടെ വീട്ടമ്മമാരുടെ ലോകമാണല്ലോ അടുക്കള എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ ലോകം. എൻ്റെ ലോകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം ദാ ഇതാണ് കേട്ടോ. ഈ ഒരു പടങ്ങളാണ് എനിക്കിഷ്ടം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.